രാവിലെ തന്നെ അമ്പലത്തിൽ പോകാന്ന് വെച്ചു. നാളെ ഇവിടുത്തെ പൊങ്കാലയാണ്. അങ്ങനെ അവിടെ പോയി കുറച്ചു നേരം പ്രാർത്ഥിച്ചു. മൈൻഡ് ഒന്നും ഈയിടെയായിട്ട് ഓക്കെ അല്ലെന്നേ. അമ്പലത്തിൽ വരുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ ചെന്നപ്പം അമ്മ ഏത്തയ്ക്ക പുഴുങ്ങി പാലും കച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച് കുറച്ചു നേരം മുറ്റത്തിരുന്നു. ഭയങ്കര വെയിലായിരുന്നു. സൂര്യൻ നിൽക്കുന്ന കണ്ടോ, എന്തോ പവറാ. പിന്നെ അവിടുന്ന് ചേച്ചിയുടെ മോനെ സ്കൂളിൽ വിടാൻ ടൈമായി. അങ്ങനെ ഞാൻ കൊണ്ട് സ്കൂളിൽ വിട്ടു. വിട്ടിട്ട് തിരിച്ചു പോകുന്ന വഴി ഇന്ധനം കുറവായിരുന്നു. ബ്ലിങ്ക് ചെയ്യുന്ന കണ്ടപ്പം പിന്നെ പെട്രോൾ അടിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നത് കണ്ടത്. ഇങ്ങനെ പൂത്ത് നിൽക്കാൻ തുടങ്ങിയാൽ വിഷു ആകുമ്പോഴത്തേക്ക് ഇല വെച്ച് കണി കാണേണ്ട അവസ്ഥ വരും. അത് കഴിഞ്ഞ് ചേച്ചിക്ക് ഇന്ന സ്കാനിങ് പറഞ്ഞത്. പിന്നെ സ്കാൻ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ ചെന്ന് കുറച്ചു നേരം പോസ്റ്റ് ആയിരുന്നു. അവരുടെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ, ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ സ്കാൻ ചെയ്യാൻ പറ്റത്തില്ല. ആ ഡോക്ടർ ആണെങ്കിൽ അന്ന് തന്നുമില്ല. ഞാൻ വിട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അത് കിട്ടി. അവൾക്ക് വെള്ളം മേടിച്ചു കൊടുത്തു. ക്യാൻറ്റീനിൽ പോയി അതും കുടിച്ച് സ്കാനിങ് കഴിഞ്ഞ് തിരിച്ചു പോയപ്പോഴാണ് സൂര്യനാണെങ്കിൽ 100 എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. വണ്ടി എടുക്കാൻ പോയിട്ട് പിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ചായ കുടിച്ചു വീട്ടിൽ വന്നു. വൈകുന്നേരം ഹരിപ്പാട് വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ആയുർവേദ കടയിൽ അവിടെ പോയി കുറച്ച് സാധനമൊക്കെ മേടിച്ചു. എനിക്ക് എപ്പോഴും ആയുർവേദ കടയിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പച്ചമരുന്നിന് മണം ഭയങ്കര ഒരു റിലീഫ് തോന്നാറുണ്ട്. പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയി. പോകുന്ന വഴി മീനഭരണിയുടെ കെട്ടുകാഴ്ചയൊക്കെ കെട്ടുന്നത് കണ്ട് വീട്ടിൽ വന്ന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ പറയണ്ടല്ലോ, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.